മച്ചാന്മാരെ കൊച്ചത്തെ ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീട്ടുകാർക്കും ഗൈസ് മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോസ് കണ്ട മച്ചവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ നേരെ മുക്കത്ത് പോയപ്പോഴും പന്തളത്ത് പോയപ്പോഴത്തേനും നമുക്ക് മീൻ അടിച്ചപ്പോൾ നല്ല രീതിക്ക് ഡ്രാഗൺ ലൂസാണെന്നൊക്കെ കുറേ മച്ചന്മാർ പറഞ്ഞ്. പക്ഷേ ഡ്രാഗൺ ലൂസായതല്ല, നമ്മൾ റീലിന് ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു റീലൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്ന സ്പോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പത്തനാപുരത്താണ് നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും നമുക്ക് നോക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം പുതിയ റീൽ എടുത്തിട്ടുണ്ട്, പുതിയ ബ്രൈഡും കയറ്റിട്ടുണ്ട്. ബ്രൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബ്രൈഡ്, 41 LBയുടെ ബ്രൈഡ് കേട്ടോ, 100 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതും പുതിയ റീലും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പോകുന്ന വഴിയുണ്ടോ, കട്ടപ്പുറത്തോടെ കേട്ടോ. എൻ്റെ ദൈവമേ, മറ്റേ സാധനം എടുത്തായിരുന്നോ, ഫ്ലിപ്പ് ഫ്രോഗ് എടുത്തേ. ആണെന്നോട് താപ്പോട്ട് ഇട്ട് തരാൻ പറ. ആ ആ ഈ വാഹനം തന്നെ അടിച്ചിട്ടോ. അടിച്ചെന്നാ അടിച്ചു. അങ്ങനത്തെ ആണെങ്കിൽ അടുത്ത് ചൂടായുണ്ട്. അതുകൊള്ളാം.
ചെറുത് അങ്ങനെ ആ കല്ല് നിങ്ങൾ കഴിച്ച് അപ്പോൾ ഞാൻ പറയാം പത്തനാപുരത്ത് വന്നിട്ടുണ്ടല്ലോ നല്ല ചിമിട്ടം കുറേ സ്ട്രൈക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. മീൻ കിട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു ചെറിയ കുളമുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ വരാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയിട്ടൊന്ന് കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കിട്ടുമല്ലോ നമുക്ക് നോക്കാവേ. നോക്കി കേസ് മുന്നോട്ടൊക്കെ നോക്കി നല്ലൊരു സ്ഥലമൊക്കെ ഇതെല്ലാം കണ്ടോ കേട്ടോ. ഫുള്ള് കാടൊക്കെയാണ്. അതൊക്കെ പാമ്പൊക്കെ കാണുമായിരിക്കും. എന്തായാലും അങ്ങേ ഇഷ്ടംപോലെ റവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു വശത്തെ കുളമൊക്കെ ഉള്ളത് നമ്മൾ നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്നുവെച്ചാൽ മതി ഇതൊക്കെയാണ് കുളം. നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാവേ. വരാലുണ്ട് കേട്ടോ. വരാൽ വെട്ടുന്നുണ്ടേ. ഗൈസ് അടിച്ച് കയറ്റി. എൻ്റെ മോനെ ചൊട്ട വരാല്. ഇവനാണേ നാടന്മാരല്ല കേട്ടോ. ഇവനെയാണ് ഇതിനകത്ത് അടിച്ച് കയറ്റിയത്. ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വിടും കേട്ടോ. അപ്പം തിരിച്ചിട്ടേക്കാം. ഓക്കെ. ഇഷ്ടം പോലെ കൊണ്ട് വരാനുള്ള കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രം നമ്മളിതിനെ പിടിക്കാഞ്ഞേ. ഇങ്ങോട്ട് വരുന്ന കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഇവിടെ നിന്ന് ഏറെടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക. നല്ല രീതിയിൽ കാണിച്ചു തരാവേ. ഇപ്പം ഇങ്ങോട്ട് വരുവേ. ഈ കുപ്പി കിടക്കുന്നുണ്ട്. കുപ്പിയുടെ അവിടെ നോക്കി
അതുകൊണ്ട് അവർ അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ആ ഒരു ഇലയുടെ അവിടെ വന്ന് പൊങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും പോയി. എന്തായാലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ടായിട്ട് നമ്മൾ ഇവിടുന്ന് പിടിക്കുന്നില്ല കേട്ടോ. പൊക്കടേ എന്തായാലും വേണ്ടി ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പം അത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളതിനെ തിരിച്ചു വിട്ടത്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും കിസിനകത്ത് വരാൽ ബ്രീഡായി കിടക്കുന്നുണ്ടാണ് നമ്മൾ അതിനെ എടുക്കാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വരെ വീഡിയോസ് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേമാതിരി ഇതിനേക്കാളും കിട്ടായിട്ടുള്ള ഒരു ഫിഷിംഗ് വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക്